നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് പുള്ളിക്കാരൻ്റെ ഓൺ ഫീൽഡ് തന്നെയാണ് കിട്ടിയതെന്ന്. പുള്ളി വർക്ക് ചെയ്തത് ഫിനാൻസ് ഫീൽഡിലായിരുന്നു. ഇവിടെ നാട്ടിൽ പുള്ളിക്കാരൻ ബാങ്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ചെന്നിട്ടും ആൾക്ക് കിട്ടിയത് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ട്. ആ ഫോറിൻ എക്സ്ചേഞ്ചിൽ ടെല്ലറായിട്ടാണ് ആൾക്ക് ജോലി കിട്ടിയത്. അതായത് ക്യാഷർ ജോബായിരുന്നു കിട്ടിയത്. വാങ്കൂവർ എയർപോർട്ടിൻ്റെ അകത്തായിരുന്നു ആ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നത്. അപ്പം ഒരു ടെല്ലർക്ക് കാനഡയിൽ കിട്ടുന്ന മിനിമം വേജ് എന്ന് പറയുന്നത് $17 അതേസമയം ഒരു മാനുവൽ ജോബാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് നമ്മൾ ഓഫീസ് വർക്കല്ല, കുറച്ച് കട്ടിപ്പണിയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് മണിക്കൂറിന് കിട്ടുന്നത് ഇതിനെക്കാട്ടി കൂടുതലാണ്. പറയാൻ കാരണം എനിക്ക് അവിടെ കിട്ടിയ ജോലി എന്ന് പറയുന്നത് ഒന്ന് ക്ലീനിങ് ജോബായിരുന്നു, പിന്നെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു ബേബി സിറ്റിംഗ് ആയിരുന്നു. ഈ ബേബി സിറ്റിങ്ങിന് എനിക്ക് മണിക്കൂറിന് $21 വരെ കിട്ടിയിട്ടുണ്ട്. സോ പിന്നെ അവിടെ ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സൊക്കെ ഉണ്ട്. പക്ഷേ അത് ചെയ്യണോ വേണ്ട എന്നൊക്കെയുള്ള നിങ്ങളുടെ കാര്യം. ഇപ്പം നിങ്ങൾക്ക് ഓഫീസ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന മാനുവൽ ജോബിൻ്റെ അത്രയും പൈസ നിങ്ങൾക്ക് കിട്ടത്തില്ല. നമ്മുടെ ഇവിടെയാണ് ഓഫീസ് ജോലിക്ക് പൈസ കൂടുതലും അല്ലാത്ത ജോലിക്ക് പൈസ കുറവുള്ളൂ. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ കായിക അധ്വാനം കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മുടെ ആ ഒരു വേതനം നിശ്ചയിക്കപ്പെടുന്നത്.